CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയും CPI നേതാവ് PO സ്പെൻസറിന്റെ മകനുമായ കരവാളൂർ പുത്തൻവീട്ടിൽ PS സാമുവൽ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഞായറാഴ്ചയായിരുന്നു അന്ത്യം. മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി C ദിവാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. CPI കരവാളൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ചൊവ്വാഴ്ച രാവിലെ 8-ന് CPIയുടെ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. രാജാന്റെ ദേഹവിയോഗം നമ്മളെ എല്ലാവരെയും ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. തികച്ചും ആകസ്മികമാണ് ആയിട്ടാണ് രാജാൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. ദീർഘകാലമായി പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ വളരെ ആത്മബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പത്തനാപുരം താലൂക്കിൽ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്പെൻസർ മകൻ എന്നുള്ള നിലയിലാണ് ആദ്യമായി ഞാൻ രാജാനെ പരിചയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ PS ഉമ്മൻ സാറ് മഞ്ഞക്കാല സ്കൂളിലെ എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബവുമായിട്ടുള്ള ബന്ധം ഏറെ സുദൃഢമായിരുന്നു. ആ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ബന്ധമാണ് രാജാനുമായി തുടർന്നു പോയത്. പിന്നീട് പുനലൂർ പാർട്ടി ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ദീർഘകാലമായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. ആ നിലയിലെല്ലാമുള്ള ബന്ധങ്ങളാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. തികച്ചും ആകസ്മികമായി വിട്ടുപിരിഞ്ഞ രാജാന്റെ ദേഹവിയോഗത്തിൽ കുടുംബാംഗങ്ങളോടും പാർട്ടിയോടൊപ്പം ഞാനും അനുശോചനം രേഖപ്പെടുത്തുകയാണ്.
അകാലത്തിലുള്ളതും തികച്ചും അപ്രതീക്ഷിതവുമായിട്ടുള്ളൊരു വേർപാടാണിത്. ആരും ഇത് തീരെ പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ദിവസവും പാർട്ടി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എത്തിയപ്പോൾ തിരിച്ചുകൊണ്ട് സമീപിച്ച രാജശേഖരനെ ഓർക്കുകയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനായിരുന്നു. പാർട്ടി പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ AISF രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ AYFൻ്റെയും വളരെ സജീവ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിലകൊണ്ടിരുന്നു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന കാര്യത്തിൽ ആധികാരികതയോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇടക്കാലത്ത് LDF ഭരണകാലത്ത് സഖാവ് C. ദിവാകരൻ്റെ സ്റ്റാഫിലേക്ക് അദ്ദേഹത്തെ പാർട്ടി നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഏറ്റവും മികച്ച നിലയിൽ നിർവഹിച്ചിരുന്നു. പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറിയായി ദീർഘനാൾ പ്രവർത്തിക്കുകയുണ്ടായി. ഓഫീസ് സെക്രട്ടറി എന്നുള്ള തരത്തിൽ ഏറ്റവും ചുമതലാബോധത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. പാർട്ടി സാക്കളുമായിട്ടുമൊക്കെ വളരെ അടുത്ത സൗഹൃദവും ബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വ്യക്തിപരമായൊരു നഷ്ടം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും CPയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായിട്ട് ദീർഘകാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന സാമുവൽ സ്പെൻസർ, ഞങ്ങളുടെ എല്ലാം രാജു സഖാവ്, കഴിഞ്ഞ ദിവസം നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെമ്മന്തൂരിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകരുമായിട്ട് പോയി അതെല്ലാം വിലയിരുത്തി തിരിച്ചു വരുന്ന സമയത്താണ് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട് മരണപ്പെട്ടത്. സഖാവ് പാർട്ടി ഓഫീസിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തി വന്നത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ ജാഗ്രത പുലർത്തിയ ഒരു സഖാവാണ്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും നിറവേറ്റുന്നതിൽ വലിയ ജാഗ്രതയായിരുന്നു. ഇടതുപക്ഷ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഒരു സഖാവാണ്. ആ സഖാവിൻ്റെ വേർപാട് CPയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ആ സഖാവിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന CPക്ക് സംഭവിച്ച ഈ വേർപാട് വലിയ നഷ്ടമാണ്. ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ പുനലൂരിലെ CPI ഓഫീസിലെ പാർട്ടി സെക്രട്ടറിയായി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിനു മുമ്പും അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പും അതുപോലെ തന്നെ ഞാൻ AIYFൻ്റെ പുനലൂർ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് AIYFൻ്റെ പ്രധാന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അന്ന് ഈ പുനലൂർ മണ്ഡലം മേഖലയിലും കരവാളൂരിലും വളരെ സജീവമായി നേതൃത്വം നൽകി പ്രവർത്തിച്ചു വന്നിരുന്ന സഖാവായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പകാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ സ്പെൻസർ ഹസൻ്റെ മകനായി ജനിച്ച അദ്ദേഹം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ പാർട്ടി, ട്രേഡ് യൂണിയൻ രംഗത്തെ, യുവജന രംഗത്തെ ഒക്കെ പ്രവർത്തകനായിരുന്നു. ഇവിടെ അപ്രതീക്ഷിതമായിട്ടാണ് ഓഫീസിൽ സെക്രട്ടറി ആയിരുന്ന ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായത്. അതിനെ തുടർന്ന് ആശുപത്രിയിൽ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇനിയും നിരവധി വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുവായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനും ഓഫീസിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തീരാ നഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിനൊരു ഭാര്യയും അതുപോലെ തന്നെ 2 മക്കളുമാണുള്ളത്. ബാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അവരോടെല്ലാം ഉള്ള എൻ്റെ ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
പുനലൂർ മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ശ്രീ സാമുൽ സ്പെൻസറിലൂടെ പാർട്ടിക്കുണ്ടായിരിക്കുന്നു. തികഞ്ഞ പാർട്ടി ബോധവും അച്ചടക്കവും സത്യസന്ധതയും ആത്മാർത്ഥതയും സഖാക്കളോടുള്ള സ്നേഹവും നിസ്സീമമായ സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാർട്ടിയുടെ കണക്കുകളിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് സാമുൽ സ്പെൻസർ. ആ സഖാവ് നഷ്ടപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളരെ കുറച്ച് നാളുകളായി എൻ്റെ പ്രവർത്തനത്തെ വളരെയധികം സഹായിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം നഷ്ടപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലമതിക്കാനാവാത്ത ഒരംഗത്തെ മാത്രമല്ല, ഒരു സുഹൃത്തും അതുപോലെ തന്നെ ഒരു സഹായിയുമായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുന്നു. കണ്ടൂർ ഇല്ലേ കൂടെ വളരെ കറങ്ങി നോക്കാം. ഞാൻ ഈ പോരുന്നതാണ്. അതിലൂടെ നമുക്ക് കറങ്ങി ഇറങ്ങിപ്പോ അതിലൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്തു കണ്ടു കഴിഞ്ഞാലേ അതിലൂടെ പോകാം. അതിലൂടെ ഇറങ്ങി
നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കുവാനായി മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരുന്നത്. തുടർന്ന് കരവാളൂർ തുമ്പശ്ശേരി ജംഗ്ഷനിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു. സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് കനാൽ ജംഗ്ഷനിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് സെമിത്തേരിയിൽ നടന്നു. റിട്ടയർഡ് സാമൂഹ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥ മറിയാമ്മ ഡാനിയലാണ് ഭാര്യ. ജേജു പി ശാമുവൽ മകനാണ്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു, CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ രാജേന്ദ്രൻ, മുൻ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു, SFCK ചെയർമാൻ ശിവശങ്കരൻ നായർ, ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R ലതാദേവി, G ലാലു, H രാജീവൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M സലീം, C അജയപ്രസാദ, KC ജോസ്, M ജിയാസുദ്ദീൻ, CPI മണ്ഡലം സെക്രട്ടറി PP ഉണ്ണികൃഷ്ണൻ, ലിജു ജമാൽ, ജില്ലാ കൗൺസിൽ അംഗം K രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, CPM പുനലൂർ ഏരിയ സെക്രട്ടറി S ബിജു, മുൻ നഗരസഭാ അധ്യക്ഷൻ MA രാജഗോപാൽ, NCP സംസ്ഥാന നേതാവ് K ധർമ്മരാജൻ, പുനലൂർ നഗരസഭാ അധ്യക്ഷ B സുജാത, വൈസ് ചെയർമാൻ D ദിനേശൻ, ജനപ്രതിനിധികൾ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.